നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തലക്കടിച്ചപ്പോൾ അഫ്സാന്റെ നിലവിളി. അപ്പോൾ എന്റെ കയ്യിൽ നിന്ന് പോയി സാറേ. ആശുപത്രിയിൽ കാണാനെത്തിയ മാനസികാരോഗ്യ വിദഗ്ധനോട് അഫാൻ വെളിപ്പെടുത്തിയതാണ് ഇത്. ചുറ്റികയെടുത്ത് ഉമ്മുമ്മയെയും പ്രണയിനിയെയും വാപ്പയുടെ സഹോദരനെയും ഭാര്യയെയും കൊല്ലുമ്പോഴൊന്നും അഫാന്റെ കൈ വിറച്ചില്ല. എന്നാൽ അഫ്സാന്റെ തലക്കടിച്ചതും ആ കുഞ്ഞിന്റെ നിലവിളിയും ഇക്ക എന്ന വിളിയും അഫാനെ വിറളി പിടിപ്പിച്ചു. അവന്റെ കൈ വിറച്ചു. ഒരു നിമിഷത്തേക്കെങ്കിലും അവനൊന്ന് പതറി. അഫാനോട് സംസാരിച്ച മാനസികാരോഗ്യ വിദഗ്ധന്റെ വെളിപ്പെടുത്തലാണ് ഇത്. ആ പഴുതിലാണ് തട്ടത്തുമലയിലെ 2 സ്ത്രീകൾ രക്ഷപ്പെട്ടത്. അതായത് 5 ലക്ഷം രൂപ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്ന 2 ബന്ധുക്കളെ കൂടി കൊലപ്പെടുത്താൻ അഫാൻ പദ്ധതിയിട്ടിരുന്നല്ലോ. എന്നാൽ അഫ്സാനെ കൊലപ്പെടുത്തിയതോടെ മനോവീര്യം ചോർന്ന് തളർന്നുപോയി. അതുകൊണ്ട് ആ 2 പേരെ കൊല്ലാനുള്ള പദ്ധതി ഉപേക്ഷിച്ചുവെന്നാണ് അഫാന്റെ വെളിപ്പെടുത്തൽ. ഈ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ കുടുംബക്കാർ ഭയന്ന് വിറയ്ക്കുന്നു. അവൻ ഇനി പുറത്തേക്ക് ഇറങ്ങരുത്, ഇറങ്ങിയാൽ തങ്ങളെയൊക്കെ കൊല്ലുമെന്ന് ബന്ധുക്കൾ പറയുന്നു. ചോര കണ്ട് അറപ്പ് തീർന്നവനെ പോലെയുള്ള മകന്റെ ഏറ്റുപറച്ചിലുകൾ കേൾക്കുമ്പോൾ അബ്ദുൾ റഹീമിന് ചങ്ക് പൊട്ടുന്നുണ്ടാകും. പ്രത്യേകിച്ച് അഫ്സാനെ കൊലപ്പെടുത്തിയതിനെ കുറിച്ചുള്ള വിവരങ്ങൾ കേൾക്കുമ്പോൾ ആ മനുഷ്യൻ എങ്ങനെ ഇതൊക്കെ സഹിക്കും? ഒരു മനുഷ്യായുസിന് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തെ വേദനകളാണ് ആ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്ദുൾ റഹീമിനെ കൂടി കുടുക്കുന്ന മൊഴികളാണ് അഫാൻ പോലീസിന് കൊടുത്തത്. അദ്ദേഹത്തെ പച്ചയ്ക്ക് വഞ്ചിച്ച മകനാണ് അഫാൻ. അഫാന്റെ മൊഴി പ്രകാരം കടബാധ്യത കൊണ്ടാണ് കൊലപാതകം നടത്തിയത് എന്നാണ്. എന്നാൽ റഹീമിന്റെ മൊഴിയെടുത്തതോടെ പോലീസ് വലഞ്ഞു. ആര് പറയുന്നതാണ് സത്യം എന്ന തലവേദനയായി പിന്നീട് പോലീസിന്. അതായത് അബ്ദുൾ റഹീം പോലീസിനോട് പറഞ്ഞത് തനിക്ക് 15 ലക്ഷത്തിന്റെ കടമേ ഉള്ളൂ, 65 ലക്ഷത്തിന്റെ കടം ഇല്ല എന്നാണ്. ഇതാണ് പോലീസിനെ വലച്ചത്. പിന്നീട് കടത്തിന്റെ കണക്കും രേഖകളും അടക്കം റഹീം നിരത്തിയതോടെ പോലീസിന് ബോധ്യപ്പെട്ടു അഫാനാണ് പഠിച്ച കള്ളനെന്ന്. റഹീമിന്റെ മൊഴികൾ സത്യസന്ധമെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. ഇതോടെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളുടെ എല്ലാ വശവും അന്വേഷിക്കാൻ ഇപ്പോൾ പോലീസ് തുനിഞ്ഞിറങ്ങുന്നത്. അഫാന്റെ കുടുംബവുമായി സാമ്പത്തികമായ ഇടപാടുള്ളവരുടെ മൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ നിന്നാണ് കടബാധ്യത പോലീസ് സ്ഥിരീകരിച്ചത്. 15 ലക്ഷം രൂപയുടെ കടമാണുള്ളതെന്നും അത് താൻ തന്നെ പരിഹരിക്കുമായിരുന്നു എന്നാണ് റഹീം പറഞ്ഞത്. പുതിയ വീട് വെച്ചതുമായി ബന്ധപ്പെട്ട കടങ്ങളൊന്നും നിലവിലില്ലെന്നും റഹീം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വീട് വെച്ചതിന്റെ കടവും ഉപ്പ നാട്ടിൽ പലരോടുമായി കടം വാങ്ങിയിരുന്നുവെന്നും ഗൾഫിലും കടം ഉണ്ടായിരുന്നു, ഉമ്മയും കടം വാങ്ങി, അതെല്ലാം വീട്ടേണ്ടത് താനാണെന്ന അവസ്ഥ ഉണ്ടായി. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് അഫാൻ മൊഴി കൊടുത്തിട്ടുണ്ട്. ഇത് കരുതിക്കൂട്ടി അഫാൻ ചെയ്തതാണ്. കാരണം കടം കയറിയത് അഫാനാണ്. ഇത്രയും കടം 23-കാരന് എങ്ങനെ ഉണ്ടായി? അതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുമോ? അങ്ങനെ അന്വേഷണം അത്തരത്തിൽ വഴിമാറുന്നതിനെ അഫാൻ ഭയപ്പെട്ടിരുന്നു. ഇതെന്തുകൊണ്ടാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. 70 ലക്ഷത്തിന്റെ കടം അഫാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടായി എന്നത് പിതാവിനോ ബന്ധുക്കൾക്കോ അറിയില്ല. പോലീസ് അന്വേഷണം ശക്തമാക്കുന്നത് ഈ വഴിക്കാണ്. എന്നാൽ അന്വേഷണം വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയാണ് അഫാൻ വാപ്പയുണ്ടാക്കിയ കടമാണ് ഇതെന്ന് മൊഴി കൊടുത്തത്. അഫാൻ വിദേശത്തേക്ക് പണം അയച്ചു തന്നിട്ടില്ല. 1 രൂപ പോലും ആ വകയിൽ എനിക്ക് കിട്ടിയിട്ടില്ല. താൻ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. അഫാനുമായി ഫോണിൽ സംസാരിക്കുമായിരുന്നു. നടന്നതെന്തെന്ന് പോലീസ് കണ്ടെത്തട്ടെ എന്നും ഭാര്യ ഷമിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നും അബ്ദുൾ റഹീം പറയുന്നുണ്ട്. തന്റെ ഫോണും ബൈക്കും എല്ലാം വിറ്റുകിട്ടിയ കാശും വിദേശത്തേക്ക് വാപ്പയ്ക്ക് കടം തീർക്കാൻ അയച്ചു കൊടുത്തു എന്ന് പോലീസിന് അഫാൻ മൊഴി കൊടുത്തിരുന്നു. ബാങ്ക് ലോണും മറ്റു കടങ്ങളും ഉൾപ്പെടെ 15 ലക്ഷത്തിന്റെ ബാധ്യതയുണ്ടെന്നും അബ്ദുൾ റഹീം ഇതിനോട് മറുപടി കൊടുത്തിരിക്കുന്നത്. തനിക്കുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു തരത്തിലും മകനെ അറിയിച്ചിരുന്നില്ല എന്നും റഹീം വ്യക്തമാക്കിയിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തേടാൻ അബ്ദുൾ റഹീമിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അഫാൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ചു എന്ന മട്ടിലാണ് പോലീസ് ഇപ്പോൾ നിൽക്കുന്നത്. ഇയാളെ അനുനയിപ്പിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നതാണ് പോലീസിന്റെ നീക്കം. പോലീസ് പ്രകോപനപരമായോ വിരട്ടിയോ നിന്നാൽ അഫാൻ അന്വേഷണത്തോട് സഹകരിക്കില്ല. അഫാന് മാനസിക ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല എന്ന് പോലീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അഫാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതിനു വേണ്ടി ഇടയ്ക്കിടെ അഫ്സാനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പോലീസ് ആവർത്തിക്കുന്നുണ്ട്. ആ സമയങ്ങളിൽ അഫാനിൽ ചില ഭാവവ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്.
മാനസിക പ്രശ്നങ്ങളൊന്നും അഫാൻ ഇല്ല എന്ന് മാനസികാരോഗ്യ വിദഗ്ധരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ കൊലപാതകങ്ങൾ നടത്തിയതിൽ ഒരു പശ്ചാത്താപവും അഫാനിൽ ഇല്ല. ഞാൻ ഇതൊക്കെ ചെയ്യേണ്ടത് തന്നെ ആയിരുന്നു എന്നുള്ള മനോഭാവത്തിലാണ് അഫാൻ ഉള്ളത്. ചിലപ്പോൾ കുറ്റബോധമില്ലാത്ത പോലെ പെരുമാറും, ചിലപ്പോൾ നിശബ്ദനാകും. കൊല നടത്തിയതിനെക്കുറിച്ച് പോലീസുകാരോട് ഇടയ്ക്ക് പറയും. ഭക്ഷണം കഴിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. അന്വേഷണത്തിന്റെ തുടക്കത്തിൽ ചികിത്സയോട് സഹകരിച്ചിരുന്നില്ല, പിന്നീട് സഹകരിച്ചു. അഫാൻ ആത്മഹത്യയ്ക്ക് വേണ്ടി എലിവിഷം കഴിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അത്തരത്തിൽ വിഷം കഴിച്ചതായിട്ടുള്ള ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആത്മഹത്യാ ശ്രമം നടത്തി എന്നുള്ളതും പച്ചക്കള്ളം തന്നെയാണ്. നിലവിൽ ആശുപത്രിയിലുള്ള അഫാന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. തിങ്കളാഴ്ച ആശുപത്രി വിട്ട ശേഷം അഫാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തേക്കും. വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ 2 കേസുകളിൽ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുമുണ്ട്. അഫ്സാനെ കൊന്നതിന് മാപ്പില്ല എന്ന് അബ്ദുൾ റഹീം പറയുന്നുണ്ട്. ഇളയ മകന്റെ മരണമാണ് ഏറെ സങ്കടകരമാകുന്നത്. അവന്റെ ഫോട്ടോ നോക്കിയിരുന്ന് റഹീം വിതുമ്പുന്ന കാഴ്ച കാണാൻ കഴിയുന്നതല്ല എന്ന് ബന്ധുക്കൾ പറയുന്നു. അവൻ ഇഷ്ടമുള്ള മന്തി വാങ്ങിക്കൊടുത്തിട്ടാണ് കൊന്നത്. അവനെ വെറുതെ വിടാമായിരുന്നില്ലേ എന്ന് റഹീം വിതുമ്പലോടെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഉപ്പയെ കണ്ടാൽ പിന്നിൽ നിന്ന് മാറാതെ കൂടെ കൂടുന്ന ആളായിരുന്നു അഫ്സാൻ. 7 വയസ്സുള്ളപ്പോൾ ഗൾഫിലേക്ക് പോയതാണ് റഹീം. പിന്നെ വീഡിയോ കോളിലൂടെയും ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോഴുമൊക്കെയാണ് കണ്ടിരുന്നത്. ഇടയ്ക്ക് കുടുംബത്തെ ഗൾഫിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പോഴും ഉപ്പയുടെ പിന്നാലെയാണ് അഫ്സാൻ ഉള്ളത്. കടം കൊടുത്തവർ വീട്ടിൽ ചോദ്യവുമായി എത്തിയതോടെ നാട്ടിലേക്കുള്ള വരവ് റഹീം കുറച്ചിരുന്നു. എല്ലാവർക്കും കൊടുക്കാനുള്ള തുക ശരിയാകണമെങ്കിൽ 2 വർഷം കൂടി ഗൾഫിൽ കഷ്ടപ്പെടണം. അതിനുശേഷം നാട്ടിലേക്ക് മടങ്ങാം. പിന്നീട് അഫാന് വിദേശത്ത് നല്ല ഒരു ജോലി തരപ്പെടുത്തണം. തനിക്ക് നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം. ഈ കണക്കുകൂട്ടലൊക്കെ ആയിരുന്നു റഹീമിനുണ്ടായിരുന്നത്. എന്നാൽ എല്ലാം തകിടം മറിച്ചത് അഫാനാണ്. മാർച്ചിൽ അഫ്സാന്റെ പരീക്ഷ കഴിഞ്ഞാൽ ഗൾഫിലേക്ക് പറക്കാനിരുന്നതാണ്. എന്നാൽ അതിനു മുൻപേ ആ കുഞ്ഞിന്റെ ജീവൻ പൊലിഞ്ഞു. അഫ്സാന്റെ ഖബറിൽ പൊട്ടിക്കരയുകയായിരുന്നു റഹീം. ഇങ്ങനെ അല്ല മോനെ നിന്നെ വാപ്പ കാണാൻ വരാനിരുന്നത് എന്ന് അലമുറയിട്ട് കരഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ കൂടെ നിന്നവർക്കും കഴിഞ്ഞിരുന്നില്ല. ഇനി പ്രതീക്ഷ എന്താണ് എനിക്കുള്ളത്? ഒന്നുമില്ല. മക്കൾക്ക് വേണ്ടിയാണ് ഇക്കണ്ട കാലം മുഴുവൻ ജീവിച്ചത്. ഒരു മകൻ കൊല്ലപ്പെട്ടു, ഒരു മകൻ ജയിലിലും. ആർക്കും ഈ ഗതി വരുത്തരുതേ എന്ന് ആ സാധു മനുഷ്യൻ ബന്ധുക്കളോട് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഇപ്പോഴും മകനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഷെമീന സ്വീകരിക്കുന്നത്. മൊഴി രേഖപ്പെടുത്താനെത്തിയ മജിസ്ട്രേറ്റിന് മുന്നിലും കട്ടിലിൽ നിന്ന് വീണ് പരിക്ക് പറ്റി എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാർത്തകൾക്ക് താഴെ വലിയ വിമർശനമാണ് പലരും ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. അമ്മ എന്നാൽ എല്ലാത്തിനും മക്കളെ സപ്പോർട്ട് ചെയ്യുക എന്നല്ല. തിരുത്തേണ്ട സമയത്ത് തിരുത്തേണ്ടതുപോലെ തിരുത്തണം. അല്ലെങ്കിൽ അതിനെ ടോക്സിക് പേരന്റിംഗ് എന്ന് തന്നെ വിളിക്കും. സ്വന്തം തലയും താടിയെല്ലും ചുമരിൽ ഇടിച്ചു പൊട്ടിച്ച മകൻ ക്രിമിനലാണെന്ന് അവർക്ക് മനസ്സിലായില്ല എന്നാണോ? അത് മനസ്സിലായിട്ടും ഇപ്പോഴും അവർ അവനെ രക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങനെയായതിൽ ഒരു വലിയ പങ്ക് ആ അമ്മയ്ക്കാണുള്ളത്. അവരുടെ ബ്ലൈൻഡായ അമിത പുത്രവാത്സല്യമാണ് അവനിലെ ക്രിമിനലിനെ 23 വർഷം സ്വന്തം വീടിൻ്റെ ഉള്ളിൽ തഴച്ചു വളരാൻ സഹായിച്ചത്. ഇങ്ങനെയാണ് പലരും കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നത്. പലരും ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നതിനെ കുറ്റം പറയാനും കഴിയില്ല. കാരണം ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് മനുഷ്യന് പ്രതികരിക്കാതിരിക്കാൻ കഴിയുക? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.